കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മാനേജറൽ എക്കണോമിക്സിൻ്റെ 2019 ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഡിസ്കഷനാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ എ പാർട്ടും ബി പാർട്ടും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ സിയിലെയും അതുപോലെ തന്നെ സെക്ഷൻ ഡിയിലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിനി സെക്ഷൻ സിയിൽ നോക്കാം. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ സിയിലുള്ളത്. 6 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും പറയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നന്നായി എഴുതാൻ കഴിയുന്ന 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ മേജർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പേജ് നമ്പർ 2.11 ഡിമാൻഡ് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്, ഇൻകം ഓഫ് കൺസ്യൂമർ, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റ്, അങ്ങനെ ഒരു 12 പോയിൻറ്റുകൾ ഗവൺമെൻറ് പോളിസി വരെ പേജ് നമ്പർ 2.14 വരെ 12 പോയിൻ്റായിട്ട് ഡിമാൻഡ് ഡിറ്റർമിനൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 12 പോയിൻറ്റ് എഴുതാം, അതിന് ചെറുതായിട്ട് എക്സ്പ്ലനേഷൻ എഴുതാം, അല്ലെങ്കിൽ പോയിൻ്റ് എല്ലാം എഴുതുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പോയിൻറ്റും എഴുതിയിട്ട് അത് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം എഴുതാൻ മറക്കൽ, ആദ്യം ഡിമാൻഡ് എന്താണെന്ന് എഴുതണം, എന്നിട്ടായിരിക്കണം ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി നമുക്കറിയാം എന്താണ്. വെൻ കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് സെയിം പ്രൊഡക്റ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വിൽ ബി ലെസ് ആൻഡ് ലെസ്. അതായത് നമ്മൾ ഒരു ഗുഡ്സ് തന്നെ പിന്നെയും കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇനി എന്തൊക്കെ എക്സംഷൻസ് കേസാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. പേജ് നമ്പർ 2.5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റിലും 3 പോയിൻറ്റേ ഉള്ളൂ. ഏതൊക്കെയാണ് എക്സംഷൻ എന്നുള്ളത് 3 പോയിൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് എഴുതണം. അതിൻ്റെ അസംഷൻസും എഴുതിയതിന് ശേഷമേ എക്സംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞതാണ് റെയർ കളക്ഷൻസ്, ഗോൾഡ് കോയിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് എത്ര കിട്ടിയാലും കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, കുറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അത് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ഒരു എക്സംഷനാണ്. ആ കേസിന് നമ്മൾ വയലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ പേജ് നമ്പർ 2.5 അത് കിടക്കുന്നത്. അതിനു മുമ്പ് എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി എന്ന് എഴുതണം, അതിൻ്റെ അസംഷൻസും എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇറ്റ്സ് ടൈപ്പ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ്. സെക്കൻഡ് മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന മൊഡ്യൂളാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിൽ നിന്ന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ടൈപ്സും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പിക്ചർ, അതിൻ്റെ ഒരു ഗ്രാഫ് സഹിതം നമ്മൾ പഠിച്ചതാണ്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, അങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ ഒന്നുകൂടി നന്നായി മനസ്സിലാക്കി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എങ്ങനെയാണ്, ഷോർട്ട് ടേം ഡിമാൻഡും ലോങ് ടേം ഡിമാൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നിട്ടില്ല നിങ്ങളുടെ ടെസ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിമാൻഡിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ അത് തന്നെയാണ് എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെയും ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നെറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പോയിൻറ്റുകൾ കിട്ടും. അതായത് ടൈപ്സ് ഓഫ് ഗുഡ്സ്, കോമ്പറ്റീഷൻ ലെവൽ, പ്രൈസ്
ഓഫ് ഗുഡ്സ്, ലെവൽ ഓഫ് ടെക്നോളജി, എക്കണോമിക് വ്യൂ പോയിൻറ്റ്, ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് നമ്മളുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ മാറ്റങ്ങൾ വരാം, അല്ലെ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന രീതിയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നോക്കുന്നത്. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡിൽ നിന്ന് ടെസ്റ്റ് കിടപ്പുണ്ട്, ആ പോയിന്റുകൾ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. തേർഡ് ചാപ്റ്ററിലെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കാനുള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്ത് നേച്ചറാണ് അതിനുള്ളതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പഠിച്ചാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. പേജ് നമ്പർ 3.2വിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. അത് തന്നെയാണ് അതിൻ്റെ നേച്ചർ. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് എഴുതുക, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എൻജോയ്ഡ് ബൈ എ ഫേം. ഏതൊക്കെ എക്കണോമിക്സ് ഓഫ് സ്കെയിലാണ് ഒരു ഫേമിനുള്ളത്, അത് നമ്മൾ പഠിച്ചതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കി നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. എക്കണോമിക്സ് ഓഫ് സ്കെയിലിന് ഇൻറ്റേർണൽ എക്കണോമിക്സ് എന്നും എക്സ്റ്റേണൽ എക്കണോമിക്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇൻറ്റേർണൽ എക്കണോമിക്സിനകത്തും എക്സ്റ്റേണൽ എക്കണോമിക്സിനകത്തും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 3.13 അത് കിടക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വീഡിയോയുടെ കണ്ട് ആ കാര്യങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഓരോന്നും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് നെറ്റിൽ നോക്കി ഡിഫറൻ്റ് ആയിട്ട് തന്നെ 2 കോളം തിരിച്ച് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം തന്നെ, ഇത് 4th മൊഡ്യൂളിലെയാണ്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് എഴുതുക, അത് കഴിഞ്ഞ് എന്താണ് മൊണോപ്പൊളി എന്ന് എഴുതുക. ഡിഫറൻസ് പഠിക്കാൻ നിങ്ങളൊരു നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമേജായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതിലുള്ളത് നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചാൽ മതി ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 5 സ്റ്റേജസ് ലൈഫ് സൈക്കിൾ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ന്യൂ പ്രൊഡക്റ്റിൻ്റെ ആയാലും എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൻ്റെ ആയാലും സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ ഒന്ന് തന്നെയാണ്. ബൂം, ഇൻട്രൊഡക്ഷൻ, ബൂം, ഡിപ്രഷൻ, ഡിക്ലൈന്, റിക്കവറി. ഈ സ്റ്റേജസ് തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും എല്ലാ ബിസിനസ്സിൻ്റെയും ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാലും എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് എന്നൊക്കെ ചോദിച്ചാലും ഈ ഒരേ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഇത് 5th മൊഡ്യൂളിലെയാണ്. 5th മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ബിസിനസ് സൈക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഇന്നവേറ്റീവ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ ഇന്നവേറ്റീവ് തിയറിയാണ്. അതും നമ്മൾ തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിളിൽ എന്താണ് ഇന്നവേറ്റീവ് തിയറി എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ PPT ആയിട്ട് തന്നിട്ടുണ്ട്, തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിൾ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇന്നവേറ്റീവ് തിയറിയൊക്കെ നോക്കുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് നോക്കുകയും അതുപോലെ തന്നെ നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് സെക്ഷൻ സിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ എഴുതണമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് സെക്ഷൻ D ആണ്. സെക്ഷൻ Dയിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? 4 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, 15 മാർക്കിൻ്റെ. അപ്പോൾ പറഞ്ഞല്ലോ, ഒരു കാര്യം ചോദിച്ചാൽ അത് മാത്രമല്ല എഴുതേണ്ടത്, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. കാരണം 3 പേജോളം നിങ്ങൾക്ക് ആൻസർ വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 4 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, മാനേജറിയൽ എക്കണോമിക്സ് എക്സ്റ്റെൻഡ് ടു സർട്ടൈൻ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ബൈ ബിസിനസ് ഓർഗനൈസേഷൻസ്. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ഇൻ റിലേഷൻ ടു ബിസിനസ് ആക്ടിവിറ്റീസ്. ഓൾറെഡി പറഞ്ഞിരിക്കുന്നതും സ്കോപ്പിനെ പറ്റി തന്നെയാണ്. പിന്നെ അവിടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ എഴുതേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് എന്തുവാന്നുള്ളത് തൊട്ട് പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് മാനേജറിയൽ എക്കണോമിക്സ് എന്താണെന്നുള്ളതാണ്. ഒരു മീനിങ് എഴുതുക, ഡെഫിനേഷൻ എഴുതുക. ഇത്രയും എഴുതിയതിന് ശേഷം നേരിട്ട് സ്കോപ്പിലേക്ക് പോകണ്ട. സ്കോപ്പിലേക്ക് പോയാൽ അത്രയും പോയിന്റ് കാണത്തില്ല നിങ്ങൾക്ക് 3 പേജിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റീവ്സോ യൂസോ സിഗ്നിഫിക്കൻസോ മാനേജറിയൽ എക്കണോമിക്സ് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 1.11 നിങ്ങൾക്ക് ഒന്നുകിൽ ഒബ്ജക്റ്റീവ്സ് എഴുതിയിടാം, പോയിന്റ് എഴുതിയിടാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം.
ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫീച്ചേഴ്സ് പോയിൻ്റ് എഴുതിയിട്ടിട്ട് ഒബ്ജക്റ്റീവ്സ് പോയിൻ്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫീച്ചേഴ്സാണ് എഴുതാൻ താല്പര്യമെങ്കിൽ ഒബ്ജക്റ്റീവ്സ് പോയിൻ്റ് എഴുതിയിട്ടതിന് ശേഷം ഫീച്ചേഴ്സ് പോയിൻ്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തന്നെ ഒരു 1.5 പേജ് കഴിയും. ദെൻ എന്തെഴുതാം? സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റൽ എക്കണോമിക്സ്. ആ സ്കോപ്പ് എഴുതുമ്പോൾ ഫോളോവിങ് ആർ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റൽ എക്കണോമിക്സിന് എഴുതിയിടുക. ദെൻ ആ സ്കോപ്പുകൾ എത്ര പോയിൻ്റ് ഉണ്ടോ ആ പോയിൻറ്റുകളെല്ലാം എഴുതിയിടുക. അപ്പോൾ സ്കോപ്പ് ഇവിടെ നമുക്ക് 7 പോയിൻറ്റുകളാണ് ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. പേജ് നമ്പർ 1.15 തൊട്ട് 16 വരെയുള്ള പേജിൽ തന്നിട്ടുണ്ട്. 7 പോയിൻറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം 7 പോയിൻറ്റുകളും എഴുതിയിടുക. ദെൻ ഓരോ പോയിൻറ്റും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ലാസ്റ്റ് കൺക്ലൂഷൻ, ഇറ്റ് കൺക്ലൂഡഡ് ദാറ്റ് മാനേജ്മെൻറ്റൽ എക്കണോമിക്സിന് ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള സ്കോപ്പുകളുണ്ട്. ഒരുപാട് രീതിയിൽ നമുക്ക് എക്കണോമിക്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കൺക്ലൂഷൻ എഴുതി നിർത്തുക. ഇതൊരു 3 പേജിനുള്ള ആവും. ഇങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്. സ്കോപ്പ് ചോദിക്കുമ്പോൾ നേരിട്ട് പോയി സ്കോപ്പ് എഴുതുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 പേജൊന്നും തികയത്തില്ല. അപ്പോൾ എന്താണ്, ആദ്യം ക്യാരക്ടറിസ്റ്റിക്സോ ഒബ്ജക്റ്റീവ്സോ നിങ്ങൾക്ക് ഏതാണോ പഠിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് എഴുതാം. ദെൻ സ്കോപ്പിലേക്ക് വരാം. ഇതാണ് ആ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, എക്സ്പ്ലെയിൻ ദ അസംഷൻസ് ആൻഡ് ഇലുസ്ട്രേഷൻ ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമ്മൾ 3rd മൊഡ്യൂളിനകത്താണ് പഠിക്കുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആ മൊഡ്യൂളിനകത്താണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്തുവാന്നുള്ളത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എന്താണെന്നുള്ളത് എഴുതാം. അത് മീനിങ്ങും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും തന്നിട്ടുണ്ട്. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ അസംഷൻസ് ആണ്. അസംഷൻസും നിങ്ങൾക്ക് എഴുതാം. അസംഷൻസ് നമുക്ക് 6 പോയിൻറ്റോളം അസംഷനായിട്ട് തന്നിട്ടുണ്ട്. ഇത് കിടക്കുന്നത് പേജ് നമ്പർ 3.6 മുതലാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ അല്ലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അസംഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ കുറിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ അസംഷൻസ് എഴുതാം. അസംഷൻസ് ഓരോ പോയിൻറ്റും എഴുതിയിടുക. എന്നിട്ട് ആ ഓരോ പോയിൻറ്റും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ഇലുസ്ട്രേഷൻ ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. പേജ് നമ്പർ 3.7 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് ഇലുസ്ട്രേഷനാണ്. TP, AP, MB എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കാം. നമ്മൾ തംബ്നെയിലിനകത്ത് എഴുതിയിട്ടുണ്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ നോക്കി ആ ടോപ്പിക്ക് എവിടെയാണ് കിടക്കുന്നതെന്നുള്ള ആ വീഡിയോ ഏതാണെന്നുള്ളത് നോക്കി പഠിക്കാം. ദെൻ ആ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ ഒരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്പർ ഓഫ് വർക്കേഴ്സും ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 3 സ്റ്റേജുകളാണുള്ളത്. ഇൻക്രീസിങ് റിട്ടേൺ, ഡിമിനിഷിങ് റിട്ടേൺ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ. ഈ 3 സ്റ്റേജിനെ പറ്റിയും കൂടി എഴുതി കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അത്രയാണ് വാട്ട് ആർ ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് ഉള്ളത്. നിങ്ങൾ 3rd ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 3rd ചാപ്റ്ററിൽ നിന്നാണ്. ഇനി 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ജനറൽ കൺസിഡറേഷൻ യൂസ്ഡ് ടു സെർവ് ആസ് എ ഗൈഡ് ലൈൻസ് ഇൻ പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ്. നമ്മൾ എന്താണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്, ഇത് നമ്മൾ 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ് പോളിസി ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് ഏതൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ച്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി ജനറൽ കൺസിഡറേഷൻ യൂസ്ഡ് ടു സെർവ് ആസ് ഗൈഡ് ലൈൻസ് ഇൻ പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പം എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യും. ഇതാണ് അവിടെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആദ്യം എന്താണ് പ്രൈസിംഗ് എന്ന് എഴുതാം, പ്രൈസിങ് പോളിസി എന്താണെന്ന് എഴുതാം. അതുപോലെ തന്നെ പ്രൈസിങ് പോളിസിയുടെ ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്രൈസിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിടാം. ദെൻ എന്തൊക്കെയാണ് ജനറൽ കൺസിഡറേഷൻ, അത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് എഴുതിയിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ജനറൽ കൺസിഡറേഷൻ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മറ്റ് ഫേമിൻ്റെ പ്രൈസ് എങ്ങനെയാണോ അതിൻ്റെ ബേസിസിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യും. ഗോൾ ഓഫ് പ്രോഫിറ്റ് ആൻഡ് സെയിൽ, പ്രോഫിറ്റ് കൂട്ടാനും സെയിൽ കൂട്ടാനും വേണ്ടി. അതുപോലെ തന്നെ ലോങ് റേഞ്ച് വെൽഫെയർ ഓഫ് ദി ഫേമിൻ്റെ വെൽഫെയറിന് വേണ്ടി.
നെക്സ്റ്റ് പറഞ്ഞാൽ ഗവൺമെൻറ് പോളിസീസ് നോക്കും, അതുപോലെ തന്നെ പ്രൈസ് സെൻസിറ്റിവിറ്റി, ഓവറോൾ ഗോൾ ഓഫ് ബിസിനസ്. ഇത്രയും കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെറ്റിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഓഫ് എ പ്രൊഡക്റ്റ് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അടിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇത് കിട്ടുന്നതായിരിക്കും. എങ്ങനെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ ജനറൽ പ്രൈസിങ് പോളിസി അല്ലെങ്കിൽ പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ്. ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ PPT ആയിട്ടാണ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നമ്മൾ ടെലിഗ്രാമിലും ആ PPT അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ഡിഫറെൻറ്റ് ടൈപ്സ് എഴുതാം. ഇവിടെയും നിങ്ങൾക്ക് എന്താണ് പ്രൈസ് എഴുതാം, പ്രൈസിങ് എഴുതാം, പ്രൈസിങ് പോളിസി എന്താണെന്ന് എഴുതാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് ഏതൊക്കെയാണെന്ന് എഴുതാം. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഉണ്ട്, സ്കിമ്മിങ് പ്രൈസിങ് ഉണ്ട്, പെനട്രേഷൻ പ്രൈസിങ് ഉണ്ട്, അതുപോലെ തന്നെ ഗോയിങ് റേറ്റ് പ്രൈസിങ്, മാർജിനൽ പ്രൈസിങ്, ഇങ്ങനെ ഒരുപാട് പ്രൈസിങ്, പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ്, ഇൻക്രിമെൻ്റൽ പ്രൈസിങ്, എല്ലാ പ്രൈസിങ്ങും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഓരോ പ്രൈസിങ് പോളിസി എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 എഴുതാൻ പറ്റുമ്പോൾ, അപ്പോൾ ഞാൻ ഒന്ന് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 32 ക്വസ്റ്റ്യൻ ഏതാണ്, മാർജിനൽ എക്കണോമിക്സും അതിൻ്റെ സ്കോപ്പും എല്ലാവരും ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് 34 ആ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പ്രൈസിങ് പോളിസിയുടെ ഏതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. നെക്സ്റ്റ് ലോയും വേരിയബിൾ പ്രൊപ്പോർഷനും അതിൻ്റെ അസംഷൻസും ചെറുതായിട്ട് എഴുതാൻ കാണും, കുറച്ചേ കാണും. പിന്നെ ഇലിസ്ട്രേഷൻ ചെയ്യാൻ അറിയാത്തവർക്ക് അത് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് പറ്റാതെ വരും. ഇലിസ്ട്രേഷനൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റാതെ വരും. അതാണെങ്കിലും നമുക്ക് ഒഴിവാക്കാം. പിന്നുള്ളത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതും അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റിന് ഏതൊക്കെ പ്രൈസിങ് പോളിസീസ്, അത് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. 3 പേജ് ഉറപ്പായിട്ടും വരും. അത് എഴുതി കഴിഞ്ഞാൽ അത് എഴുതാം. ഇത് 32ഉം 33ഉം 35ഉം എഴുതാവുന്നതാണ്. 34 പോയിൻ്റ് പഠിച്ച് നിങ്ങൾക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. 2019 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ 2018 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. 2018 ക്വസ്റ്റ്യനൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൂടെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും നിങ്ങൾ ഒരുവിധം നിങ്ങളുടെ ചാപ്റ്ററെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവരും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അധികം സമയങ്ങളൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.